നമസ്തേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് വെൽക്കം. സോ നമുക്കിന്ന് ഒരു ചെറിയ ഒരു യോഗ സെഷൻ ചെയ്യാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് ആഫ്റ്റർ യോഗ ആഫ്റ്റർ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ചെയ്യുന്ന യോഗാസ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഓഫീസിലായാലും എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് മൂവ് ചെയ്യാത്ത ജോലിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലിനും ലോവർ ബാക്കിനും നടുവിനും ഒക്കെ ഒരു പിടുത്തം വരും, അല്ലെങ്കിൽ ഒരു വേദന വരും. പിന്നെ പതുക്കെ പതുക്കെ കുറെ ആൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റെയർ കയറാനായാലും പെട്ടെന്ന് ഓടാനായാലും ഒക്കെ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മളെ ബോഡിയെ താങ്ങി നിർത്തുന്ന ഏരിയ അവിടെ മൊത്തം. ഓക്കെ, അപ്പോൾ ഈ താഴോട്ട് ലോവർ ബാക്ക് ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം അവിടെ കുറച്ച് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. നമുക്ക് നമുക്ക് നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടി അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സെഷനിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൈകൾ കൂപ്പിയിരിക്കുക, നമസ്കാരം മുദ്ര പിടിച്ച് സ്ലോലി ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നല്ല ഡീപ് ബ്രെത്ത് എടുക്കുക. ഫ്രഷ് എയർ ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ. ഫ്രഷ് എയർ നമ്മുടെ ബോഡിയിൽ ഫുള്ള് നിറയുന്ന നമുക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് ഇൻഹെയിൽ, എക്സെയിൽ. കണ്ടിന്യൂ ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ, സ്ലോലി ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെ ബോഡിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് മെയ്ഡ് ഇറ്റ്. നിങ്ങൾ മാറ്റിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. മാറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്. യു ഹാവ് ക്രാക്ട് ഇറ്റ്. നിങ്ങൾ ചെയ്തു. വെരി ഗുഡ്. കൈകൾ കൂട്ടിത്തിരുമി നല്ല ചൂടായതിനു ശേഷം മുഖത്ത് വെക്കുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ് വിത്ത് എ സ്മൈൽ. നമസ്തേ. നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ ഇന്ന് ലോവർ ബാക്കിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചരിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ കാലുകൾ തറയിൽ ഉറപ്പിച്ച് വെക്കുക. കാലുകൾ തറയിൽ ഉറപ്പിച്ച് വെച്ച് ഇരിക്കുക. നമ്മൾ കാര്യം ബീച്ചിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യം പറയാനിരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കുക. സ്റ്റേബിൾ ആയിട്ടിരിക്കുക. കാല് നല്ലപോലെ തറയിൽ മാറ്റിൽ പതിപ്പിച്ച് വെക്കുക. നല്ല ഫൗണ്ടേഷൻ ആയിട്ട് വെക്കുക. അതുപോലെ നിങ്ങൾ ബട്ടക്സ് റീജിയൻ നല്ലപോലെ ഉറച്ചിരിക്കുക. എന്നിട്ട് നിവർന്ന് നമ്മൾ നട്ടൽ നിവർന്നിരിക്കുക. ഹെഡ് ഓവർ ഹാർട്ട്, ഹാർട്ട് ഓവർ പെൽവിസ്. നമ്മളെ പെൽവിസ് ബോണിന്റെ മുകളിൽ ഹാർട്ട്, ഹാർട്ടിന്റെ മുകളിൽ ഹെഡ്. അതിനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എൻജോയ് ദാറ്റ് പൊസിഷൻ. നിവർന്നിരിക്കുക. ചുറ്റും കേൾക്കുന്ന സൗണ്ടിലൊക്കെ ശ്രദ്ധിച്ച് നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിവർന്നിരിക്കുക. സ്ലോലി നമ്മൾ കൈ രണ്ടും എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് താഴെക്കൂടെ ലെഫ്റ്റ് സൈഡിലോടും ലെഫ്റ്റ് ഹാൻഡ് താഴെക്കൂടെ റൈറ്റ് സൈഡിലോട്ടും പോട്ടെ. പിന്നെ വേണമെങ്കിൽ കാല് വേണമെങ്കിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹഗ് കൊടുക്കുക. നിവർന്നിരിക്കുക. ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാം ഇനി എന്താ ചെയ്യാൻ പോണെന്ന്. നൈസിന് നമ്മളെ ഫോർ ഹെഡ്, നെറ്റി നമ്മളെ മുട്ടിൽ തട്ടിക്കുക. കണ്ടോ? അപ്പൊ നിങ്ങൾ നല്ല ബാക്കിൽ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. പെയിൻഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാല് ദൂരോട്ട് വെച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാ. നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ജസ്റ്റ് നമ്മുടെ മുട്ടിനകത്ത് നമ്മളെ ഫോർ ഹെഡ് തട്ടിക്കുക.
നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കുക, ബോഡിയിൽ കിട്ടിയ സ്ട്രെച്ച് ശ്രദ്ധിക്കുക. നമ്മളൊരു ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഗുഹ ഉണ്ടാക്കി അതിനകത്ത് ഇരിക്കുന്ന നമുക്ക് ഇമാജിൻ ചെയ്യുക. സ്ലോലി ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഓക്കെ, കൈകൾ മാത്രം അൺലോക്ക് ചെയ്തിട്ട് തറയിൽ പതിപ്പിച്ച് വെക്കുക. സാവധാനം കൈകൾ ബാക്കിലോട്ട് പെയിന്റ് അടിച്ച് കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തലയും കൂടി ഉയർത്തി 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 വരിക. നിങ്ങൾ കാല് ജസ്റ്റ് ഒന്ന് വീതിക്ക് വെച്ചിട്ട്, ഓക്കെ, കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയല്ലേ, കൈ കൊണ്ട് സപ്പോർട്ട് നിവർന്നിരിക്കുക. ഒരു മേളിലോട്ട് ഇൻഹേൽ, താഴോട്ട് എക്സേൽ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ്. എന്നിട്ട് നമ്മളെ കൈകള് തിരിച്ച് നമ്മുടെ ബാക്കിൽ പിടിച്ചിട്ട്, തൈസിൽ പിടിച്ചിട്ട്, തൈസും സപ്പോർട്ട് ചെയ്യാൻ പോയാൽ ചെയ്യുന്ന നോക്കിയോ, തൈ സപ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കാലൊന്ന് പൊക്കി കൊടുക്കുക, ഷിൻ റീജിയൻ ഒന്ന് പൊക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ. ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇവിടെ തന്നെ വെക്കാം, ഒരു പ്രോബ്ലം ഇല്ല, ചെയ്യാം, പ്രോബ്ലം ഇല്ല. ഓക്കെ, ചെയ്യാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെക്കാൻ പറ്റുന്നവർക്ക് എന്താ, നമ്മളെ സീലിങ്ങിന്റെ, നിങ്ങൾ എവിടെയാണോ ചെയ്യുന്നത് അതിന്റെ ആകാശത്തിന്റെ ആണെങ്കിൽ ആകാശത്തിന്റെ പാരലായിട്ടായിരിക്കും നമ്മുടെ കാലുകൾ നിൽക്കുന്നത്. കണ്ടോ. ഓക്കെ, എന്നിട്ട് ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ. ഹോൾഡ് 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 ഹോൾഡ്, റിലീസ്. പതുക്കെ നമ്മൾ ഉപ്പൂറ്റി താഴെ തട്ടിച്ച് കൊണ്ടുവരാം. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാരലായിട്ട് കൊണ്ടുവന്നിട്ട് ഇൻഹെയിൽ, ഓക്കെ, സ്റ്റേബിൾ ആവണം. ഓക്കെ, പാരലായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിടും നമ്മൾ കാല്. ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ. മതി, ഹോൾഡ് ചെയ്ത്. അത് നമ്മൾ പതുക്കെ 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 ചെയ്ത് നിങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, അത് അബ്ഡമിനൊക്കെ വരുന്ന ഒരു എക്സസൈസാ. ഓക്കെ, ക്ലിയർ. ഇനി നമ്മള് നമ്മുടെ കാലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാലിന്റെ എന്താ വിരലുകളും ഉപ്പൂറ്റിയും അവിടെ സ്ട്രോങ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി കൈ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ കാലിന് ജസ്റ്റ് നല്ലൊരു മസാജ് കൊടുക്കുക. കാല് പൊക്കാനും കണ്ടോ ഇങ്ങനെ ചെയ്യാനും പറ്റണം. ഓക്കെ, മസാജ് എടുക്കുക, കാല് സ്ട്രെച്ച് ചെയ്ത് വിടുക. നമ്മൾ ഇനി വരുന്ന ഡേയ്സിലൊക്കെ നമ്മുടെ കാലാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി ലെഗ് ഡേ ചെയ്യത്തില്ലേ, അപ്പൊ നമുക്ക് നല്ല പെയിൻ വരത്തില്ലേ, അത് നമുക്ക് ഒറ്റയടിക്ക് വരത്തില്ലെങ്കിലും കുറച്ച് 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 നമുക്ക് പെയിൻ വരും. ഓക്കെ, ഓക്കെ, ഇനി രണ്ട് കാലും പതുക്കെ നീട്ടി വെക്കുക. കാലുകൾ നീട്ടി വെച്ച് സെക്കൻഡ്, കാലുകൾ നീട്ടി വെച്ചിട്ട് താഴോട്ട് ഇൻഹെയിൽ, മുകളിലോട്ട് കാണുന്നുണ്ടോ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ, ഇനി നമ്മുടെ ലെഫ്റ്റ് ഞാൻ ആദ്യം കാണിക്കാം. ലെഫ്റ്റ് ലെഗ് എടുത്ത് ചേർത്ത് വെക്കുക. കണ്ടോ, ഇത് കണക്ക് ലെഫ്റ്റ് ലെഗ് എടുത്ത് ചേർത്ത് വെക്കുക. ലെഫ്റ്റ് ലെഗ് ചേർത്ത് വെച്ചിട്ട് നിവർന്നിരിക്കുക. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്ത് ഇതിനൊന്ന് ഇങ്ങനെ ചുറ്റി പിടിക്കുക. കണ്ടോ, റൈറ്റ് ഹാൻഡ് എടുത്ത് ചുറ്റി പിടിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബാക്കിലോട്ട് സ്വിം ചെയ്ത് ബാക്കിൽ സപ്പോർട്ട് വയ്ക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് നിവർന്നിരിക്കുക.
ഓക്കെ, നമ്മുടെ ബോഡിയുടെ ട്വിസ്റ്റും നമ്മുടെ ബാക്ക് ബോണിൽ കിട്ടുന്ന ട്വിസ്റ്റും ഒക്കെ ശ്രദ്ധിക്കുക. ബ്രീത്ത് നോർമൽ ആക്കുക. ബ്രീത്ത് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സമയം ചെയ്യുന്നത്, അതിനൊന്നും കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. സ്ലോലി തിരിച്ച് സ്വിം ബാക്ക് ചെയ്ത് കൈ ചേർത്ത് മറ്റേ കൈ റൈറ്റ് ഹാൻഡ് തറയിൽ വെക്കുക. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് പൊക്കി ഇൻഹെയിൽ, എക്സേൽ. റൈറ്റ് ഹാൻഡില് വിരലിൽ പിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് മുട്ട് മടക്കിയിട്ടൊന്ന് പിടിക്കാൻ നോക്കുക. അത് നല്ലോണം മടക്കിയിട്ട് നമ്മളെ കാലിന്റെ പാദത്തിൽ പിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ അത് തന്നെ ചെയ്യണം അങ്ങനെയില്ല. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ പിടിക്കുക. ഞാൻ തന്നെ ഇങ്ങനെ പിടിക്കും. ഓക്കെ, കാല് മുട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെച്ച് ചെയ്തിട്ടും ആസ്വദിക്കും. റിലീസ്. കാല് പതുക്കെ അവിടെ കിടത്തുക, നമ്മുടെ കാലിനെ അവിടെ കിടത്തുക. ഇനി സ്ലോലി ഇൻഹെയിൽ, എക്സെയിൽ. ഒന്നുകൂടി ഇൻഹെയിൽ, എക്സെയിൽ. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫുൾ ഒന്ന് ടച്ച് ചെയ്ത് ഒഴിഞ്ഞു വരട്ടെ. ഇൻഹെയിൽ, എക്സെയിൽ. ഒന്നുകൂടി ഇൻഹെയിൽ, എക്സെയിൽ. ലാസ്റ്റ് ടൈം ഇൻഹെയിൽ, എക്സെയിൽ. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ജസ്റ്റ് നമ്മുടെ ഫോർഹെഡ് ഒന്ന് ആ മുട്ട് മടക്കി മുട്ടിൽ വെച്ച് കൊടുക്കുക. റിലാക്സ് ആയിട്ടിരിക്കും. ഓക്കെ, റിലീസ്. ഇനി കാൽ രണ്ട് നീട്ടി വെക്കുക. ഇതേപോലെ തന്നെ നമ്മള് റൈറ്റ് സൈഡിൽ കാലെടുത്ത് ചേർത്ത് വെച്ച് നിവർന്നിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ റൈറ്റ് ഹാൻഡ് അല്ലായിരുന്നു, അപ്പൊ നമ്മള് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് തന്നെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ട് കൊണ്ടുവന്ന് ട്വിസ്റ്റ്. നിവർന്നിരിക്കുക, ബാക്ക് ബോൺ നിവർത്തി വെക്കുക. ഒരു സെക്കൻഡ്, അതിന് താഴെ നിന്ന് ആരോ വെള്ളം ഒഴിക്കുന്നു. സോറി, താഴെ നിന്ന് വെള്ളം കോരി ഇങ്ങോട്ട് ഒഴിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തോണ്ടിരുന്നത്? എന്റെ കോൺസെൻട്രേഷൻ ഫുള്ള് പോയി. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തിട്ട് നിവർന്നിരിക്കുക. റിയലി സോറി ഗൈസ്. നിവർന്നിരിക്കുക. പതുക്കെ കൈ തിരിച്ചു കൊണ്ടുവന്ന് നമ്മള് നേരത്തെ കണക്ക് നിവർന്നിരിക്കാം. എന്നിട്ട് കാല് ഒന്ന് തറയില്ലാണ്ടേ, കാല് നമ്മൾ ഇങ്ങനെ ഒന്ന് വയ്ക്കുക. കണ്ടോ, അവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, വയ്ക്കുക. എന്നിട്ട് നമ്മള് റൈറ്റ് ഹാൻഡ് എടുത്ത് അവിടെ നീട്ടി പിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വിരലുകളിൽ പിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എവിടെ കാലിന്റെ ഇവിടെ എന്തായിരുന്നു പാദത്തിൽ പിടിക്കാം, അല്ലെങ്കിൽ ഷില്ലിൽ പിടിക്കാം. എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ പിടിക്കാം. ജസ്റ്റ് കാല് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ എവിടെയാണോ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിന് വിരലിൽ പിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കിട്ടുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കുക. ഇതൊക്കെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും ഇവിടെയൊക്കെ. ഓക്കെ, എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ. എനിക്ക് പിന്നെ പതുക്കെ പതുക്കെയാണെങ്കിൽ ഇത്രയും പറ്റും. നമ്മൾ കാല് എനിക്കിപ്പോൾ കണ്ടോ ഗ്യാപ്പ് വരുന്നുണ്ടോ? അപ്പൊ നമ്മൾ സ്ട്രെച്ച് ഫ്ലെക്സിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റും. ഓക്കെ, അത്രയും നല്ലോണം സ്ട്രെച്ച് ആയി വരികയാണെങ്കിൽ ഈ ഭാഗവും സ്ട്രെച്ച് ആയി വരികയാണെങ്കിൽ സ്ലോലി എനിക്ക് ഇവിടെ പിടിക്കാൻ പറ്റും. എനിക്കിപ്പം ഏകദേശം പറ്റും, പക്ഷെ എനിക്കിവിടെ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പിടിക്കുന്നു. അപ്പൊ എനിക്ക് ഓക്കെയാ. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ പിടിക്കാം. ക്ലിയർ ആയോ? അതൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല, നമ്മുടെ ബോഡി നമ്മൾ എന്താക്കുക, ഫ്ലെക്സിബിൾ ആക്കൊണ്ട് വരിക, അല്ലെങ്കിൽ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ, റിലീസ്. എന്നിട്ട് രണ്ട് കൈ ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ.
ഇൻഹെയിൽ, എക്സെയിൽ. ഒരു വട്ടം കൂടി ഇൻഹെയിൽ, എക്സെയിൽ, ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. നെറ്റി നമ്മളെ മുട്ടിൽ വെക്കുക. എൻജോയ് ദാറ്റ് പൊസിഷൻ. പ്ലീസ്. ഇനി നമ്മളെ കാൽ രണ്ട് നീട്ടി വെക്കുക. കാലം ജസ്റ്റ് ഒരു സ്ട്രെച്ച് കൊടുക്കുക. എങ്ങോട്ടാ? ഇൻഹെയിൽ, എക്സെയിൽ കൊടുക്കുക. ഇൻഹെയിൽ, എക്സെയിൽ. ഞാൻ വീർത്തു ഗൈസ്. സ്ട്രെച്ച് കൊടുക്കുക. സ്ട്രെച്ച് കൊടുത്തതിന് ശേഷം നമ്മള് ഏതാ നമ്മുടെ റൈറ്റ് ഹാൻഡ്, അല്ല സോറി, ലെഫ്റ്റ് ഹാൻഡ് കാണിക്കാം. ലെഫ്റ്റ് ഹാൻഡ് പൊക്കി, ഇൻഹെയിൽ, എക്സെയിൽ, റൈറ്റ് ഹാൻഡ് സൈഡ്. കണ്ടോ? അത് കണക്ക് ലെഫ്റ്റ് ഹാൻഡ് പൊക്കി, ഇൻഹെയിൽ, എക്സെയിൽ, ലെഫ്റ്റിന്റെ സൈഡിൽ, ലെഗിന്റെ സൈഡിൽ ഉണ്ടാവും. ഇങ്ങനെ രണ്ട് സർക്കിൾ നീന്തുന്ന കണക്ക് ഇങ്ങനെ നമ്മൾ നീന്താൻ പോകാം. ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. പോട്ടെ, പതുക്കെ നിങ്ങളുടെ ഫേസ് പോട്ടെ. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. പതുക്കെ എൻജോയ് ചെയ്താൽ മതി. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഒന്നുകൂടി. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. റിലാക്സ്. വെരി ഗുഡ്. ഇനി നമ്മള് കാല് രണ്ടും നമസ്കാര മുദ്രയില്ലേ, അതായത് കാലില് നമസ്കാര മുദ്ര പിടിച്ചിട്ട് ചേർത്ത് വെക്കാം. നമ്മൾ പണ്ട് ഏതോ കോമഡി സ്കിറ്റിനകത്തെ സുരാജിനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കും. ഒരു കള്ളുകൂടിയനായിരുന്നു കേട്ടോ. അപ്പൊ സുരാജിനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും സുരാജ് ഇങ്ങനെ, അയ്യോ അതടിക്കില്ലേ. അതേപോലെ പിടിക്കാം. കണ്ടോ ഇങ്ങനെ? കണ്ടോ? ഉപ്പി അപ്പൊ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കാം. മേ ബി നമുക്ക് ഇത്രയും ചേർക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും ചേർക്കാം. അല്ല നിങ്ങൾക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടേ ചേർക്കാൻ പറ്റത്തുള്ളൂ, അത്രയും ചേർത്ത് വെക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം കേട്ടോ? എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ കാലിൽ നല്ലൊരു മസാജ് കൊടുക്കുക. ഇന്നർ ഏരിയയിൽ നല്ലൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്രയും സ്ഥലമില്ലേ നമുക്കിവിടെ, ആ ഗ്യാപ്പിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ, നമ്മളൊരു കുളത്തിലേക്ക് എത്തി നോക്കുന്ന കണക്ക്, നമ്മൾ റിഫ്ലക്ഷൻ കാണുന്ന കണക്ക് വേഗം ചെയ്യുക. ചിരിക്കുക. കാല് ചേർത്ത് വെക്കാൻ പറ്റുന്നവർക്ക് ചേർത്ത് വെക്കുക. ചേർത്ത് വെക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ കൈയില്ലേ, കൈ കോർത്ത് കണ്ടോ താഴെ പിടിക്കുക. അതാകുമ്പോൾ ഇത് ഇളകി പോത്തില്ല, നമുക്ക് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിവർന്നിരിക്കുക, എന്നിട്ട് താഴോട്ട് വെക്കുക. ഇതാണ് ഡയമണ്ട് പോസ്. നമ്മൾ ഡയമണ്ട് ഇറക്കിക്കുക. സ്ലോലി ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാല് ദൂരോട്ട് വെക്കുക പതുക്കെ. എന്നിട്ട് റിലീസ് ചെയ്തിട്ട് ദൂരോട്ട് വെച്ചിരിക്കുന്നവർ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് അടുപ്പിച്ച് വെച്ചൊരു കാല് ദൂരോട്ട് നീട്ടി വെച്ചതിന് ശേഷം സാവധാനം കുനിഞ്ഞ് നമ്മളെ കുളത്തിലേക്ക് കുറച്ചും കൂടി അടുത്ത് നോക്കുക. സൂം ചെയ്ത് നോക്കുക. ഇങ്ങനെ പതുക്കെ നിവർന്നിരിക്കുക. താഴോട്ട് ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. എൻജോയ്. ഇൻഹെയിൽ, എക്സെയിൽ. കണ്ടിന്യൂ ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ബോഡിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. യു ഹാവ് ഡൺ ഗ്രേറ്റ്.
ഇനി നിങ്ങൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ചരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പതുക്കെ കാലുകൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് കൈ ബാക്കിൽ കുത്തുക. കൈ ബാക്കിൽ കുത്തുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കുക. കണ്ടോ, നമ്മളെ കാലിലും കയ്യിലും കൂടി നമ്മളിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ കാലും കൈയും സ്റ്റേൺ ആക്കി വെച്ചിട്ട് ആ കയ്യിലും കാലിലും കൂടി നമ്മളെ ബോഡി പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി. എത്ര പറ്റും അത്രയും ചെയ്താൽ മതി. മതി 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 മതി. ഒരുപാട് സ്ട്രെയിൻ എടുക്കുക. നമ്മൾ സ്റ്റേ തുടങ്ങുന്നതിലേക്കേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എന്തേ മറ്റേ ചക്രാസനയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നും അങ്ങോട്ടൊന്നും പോകണ്ട. ഓക്കെ, നമ്മൾ ഒന്നുമില്ല ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കഴിഞ്ഞാൽ പതുക്കെ കൈ ഒന്ന് തള്ളി 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 നമ്മൾ കാലിലും കയ്യിലോട്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടോ, ഇരിക്കുക. എന്നിട്ട് പതുക്കെ ഇരിക്കുക, കുത്തിയിരിക്കുക. ഓക്കെ, എന്നിട്ട് ആ പൊസിഷൻ ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കൈ ഒന്ന് നമസ്കാര മുദ്ര പിടിച്ച് ഇരിക്കുക. എന്നിട്ട് ആ പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ? എത്ര കൊല്ലമായി ഇങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. അപ്പൊ ഈ പൊസിഷനിലൊക്കെ വരുമ്പോഴത്തേക്കും ബോഡിക്ക് നല്ല ഒരു സുഖമുള്ള സ്ട്രെച്ച് കിട്ടും. ബാക്ക് ബോണൊക്കെ നമ്മുടെ അടുത്ത് താങ്ക് യു എന്ന് പറയും. എൻജോയ് ദാറ്റ് പൊസിഷൻ. എൻജോയ് ദാറ്റ് പൊസിഷൻ. എൻജോയ്. ബ്രീത്ത് എല്ലാം നോർമൽ ആവട്ടെ. നമുക്ക് കൈ കൂപ്പി വെക്കാൻ പറ്റുന്നില്ല. കൈ കൂപ്പണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് വേണം. ഈ ഏരിയയിൽ ഡിസ്റ്റൻസ് വേണം. അതില്ലെങ്കിൽ നമുക്ക് കൈ കൂപ്പാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ നിങ്ങൾ താഴെ കൈ കുത്തി വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് സ്ലോലി എന്നെ ഒന്ന് നോക്കിയേ. നമ്മൾ കൈ താഴെ കുത്തിയിട്ട് പതുക്കെ പൊങ്ങി ഇങ്ങനെ നിൽക്കാൻ പോവാം. കണ്ടോ, ചെയ്യാം ഒരുമിച്ച്. സ്ലോലി കൈകൾ താഴെ ഫിക്സ് ചെയ്ത് കാലുകൾ താഴെ ഫിക്സ് ചെയ്ത് ഇൻഹെയിൽ എക്സെയിൽ. സാവധാനം പൊങ്ങാം. ഓക്കേ ഓക്കേ. നമ്മുടെ തല തൂങ്ങി കിടക്കട്ടെ. കൈകൾ താഴെ ഉറപ്പിച്ച് വെക്കട്ടെ. കാൽപ്പത്തിയും താഴെ ഉറച്ച് വെക്കുക. മുട്ട് മടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രത്തോളം മുട്ട് മടക്കിയിട്ട് താഴെ കൈ കുത്തണമെങ്കിൽ കൈ കുത്താം. അതല്ല പറ്റത്തിൽ എത്രയും മതിയെങ്കിൽ എത്രയും മതി. നിങ്ങളെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ബ്ലഡ് ഫ്ലോ തിരിഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഹെഡിലോട്ടൊക്കെ നല്ല ബ്ലഡ് ഫ്ലോ കൂടുന്നത് ശ്രദ്ധിക്കുക. എൻജോയ് ദാറ്റ് പൊസിഷൻ. ഇത് നൈസിന് റൈറ്റിലോട്ടും കൈകളുണ്ട് റൈറ്റിലോട്ടും തിരിച്ച് പതുക്കെ ലെഫ്റ്റിലോട്ടും പോവുക. അവധാനം. വാക്കിംഗ് ഹാൻഡ്സ് എന്നാ പറയുന്നത്. കൈവിരലുകൊണ്ട് നമുക്ക് പറ്റുന്ന അത്രയും നടന്ന് 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 പോയതിനു ശേഷം കൈകളൊന്ന് കൂട്ടി കെട്ടിയിട്ട് അതൊരു സൈഡിലോട്ട് അടുത്ത സൈഡിലോട്ട്. കണ്ടോ, കൈകൾ വീണ്ടും പതിപ്പിച്ച് വെച്ചിട്ട് സാവധാനം തിരിച്ച് നമ്മൾ ഇരുന്ന പൊസിഷനിലേക്ക് വരും. റിലാക്സ് ഇൻ ദാറ്റ് പൊസിഷൻ. ഇതിന്റെ കൈ ബാക്കിൽ വെച്ച് ഇരിക്കാം. ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് കാലുകൾ നീട്ടി ശവാസനയിലേക്ക് വരാം. ശവാസനയിലേക്ക് കിടന്നോ. ശവാസനയിലേക്ക് വരാം. കൈകൾ മലർത്തി ആകാശത്തേക്ക് ഫേസ് ചെയ്ത് തറയില് മലർന്ന് കിടക്കുക. തല മുതൽ കാല് വരെ തളർന്നു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക.
ബോഡി ഫുള്ള് റിലാക്സ് ചെയ്തിടുക. നെറ്റ് ഫ്രീ ആക്കുക. പിരിവം, കണ്ണ്, മൂക്ക്, ചുണ്ട്, ചെവി, എല്ലാ ഫേസിലുള്ള ഓരോ അവയവങ്ങളെയും ശ്രദ്ധിക്കുക. ഫുള്ള് നമ്മള് ആസ്വദിച്ച് ഫുൾ ബോഡി റിലാക്സ് ആയിട്ട് എവിടുത്തെ ഒരു പിടുത്തവും ഇല്ലാതെ കിടക്കുക. കൈകൾ അയച്ച് വിടുക. നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വയറിന്റെ താഴോട്ട് ഇടുപ്പ് ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തൊട, കാൽമുട്ട്, കാലിന്റെ ഷിൻ റീജിയൻ, കാൽപാദം, കാൽവിരലുകൾ, ഫുൾ ബോഡി റിലാക്സ് ആയിട്ട് കിടക്കട്ടെ. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പിരിവത്തിന്റെ നടുക്കുള്ള 3-ാം കണ്ണിലേക്ക് കൊണ്ടുവരിക. തേർഡ് ഐയില് തിരമാലകൾ അലയടിക്കുന്ന പോലെ ഇമാജിൻ ചെയ്യുക. തീജ്വാല തേർഡ് ഐയിൽ കത്തുന്നത് പോലെ ഇമാജിൻ ചെയ്യുക. സാവധാനം 5 മുതൽ താഴേക്ക് എണ്ണുക. ഓരോ കൗണ്ടിനും ഓരോ ഇൻഹെയിലും എക്സെയിലും. ഞാൻ മിണ്ടത്തില്ല. കൈകൾ കൂട്ടി നെഞ്ചിൽ വെക്കുക. അതേ കൈകളെടുത്ത് നമ്മൾ തേർഡ് ഐയിലേക്ക് വെക്കുക. കൂട്ടി പിടിച്ച കൈ എടുത്ത് തേർഡ് ഐയിലേക്ക് വെക്കുക. കൈകൾ തമ്മിൽ റബ്ബ് ചെയ്യുക. ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കണം. വീടിന് റബ്ബ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ അവയർനെസ് കൊണ്ടുവരിക. നമ്മൾ ഇന്നത്തെ ദിവസം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഓർമ്മയെല്ലാം കൊണ്ടുവരിക. റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ആ ചൂട് മുഖത്ത് വയ്ക്കുക. സാവധാനം വലതേ ഭാഗം തിരിഞ്ഞ് സാവധാനം എഴുന്നേറ്റ് വരിക. കണ്ണ് കടച്ചടച്ചിരിക്കുക കുറച്ചു നേരം. Slowly open your eyes. Namaste.